എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്. എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? നമുക്ക് നോക്കാം. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സാധനം എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ആ സ്ഥലത്ത് നിന്ന് സാധനം എവിടെയാണോ വിറ്റഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്നത് ആ സ്ഥലത്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ്സ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. പിന്നീട് ഉപയോഗിക്കാൻ വരുന്ന ഒരു വസ്തുവാണ്. ഇപ്പോൾ തൽക്കാലം പ്രൊഡ്യൂസ് ചെയ്തു, ഇപ്പോൾ ഉപയോഗമില്ല. മഴയില്ലാത്ത കാലത്ത് കുടയുണ്ടാക്കി മഴയുള്ള കാലത്ത് വിൽക്കുന്ന പോലെ പ്ലേസ് എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യുക. അതുപോലെ തന്നെ പ്ലേസ് യൂട്ടിലിറ്റി. ഈ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ പെട്രോൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കും. അപ്പം എത്തിക്കുന്നത് അതിന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻക്ലൂഡ് ട്രാൻസ്പോർട്ടേഷൻ, വാഹന ഗതാഗതത്തിൽ, വെയർ ഹൗസിംഗ്, എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുക, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, സാധനങ്ങൾ കൃത്യമായി കൈമാറും ചെയ്യുക, ഇൻവെൻട്രി കൺട്രോൾ, എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുക. ദ ടേം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഫിസിക്കൽ ഹാൻഡ്ലിംഗ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് സോ ദാറ്റ് ദേ ആർ മെയ്ഡ് അവൈലബിൾ ടു ദ കസ്റ്റമർ അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, റൈറ്റ് കണ്ടീഷൻ ആൻഡ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ, കൃത്യമായ കണ്ടീഷനിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ സ്ഥലത്ത് ആളുകൾക്ക് സാധനങ്ങൾ അവൈലബിൾ ആയി കൊടുക്കത്തക്ക രീതിയിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ കമ്പോണൻസിലേക്ക് നോക്കാം. എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്? ഒന്ന്, ഓർഡർ പ്രോസസ്സിംഗ്. ഇത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓർഡർ പ്രോസസ്സിംഗ് ഇൻക്ലൂഡ് റിസീപ്റ്റ്സ് ഓഫ് ഓർഡർ ഫ്രം ദ കസ്റ്റമേഴ്സ്, arrangement of goods and receipts of payments. Speedy and accurate order processing increases customer satisfaction and sales. ആളുകളുടെ കയ്യിൽ നിന്ന് ഈ സാധനത്തിന് വേണ്ടിയുള്ള ഓർഡർ സ്വീകരിക്കുക. ആ ഓർഡർ സ്വീകരിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. എത്രയും വേഗം സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ അത്രമാത്രം ആളുകൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ കൂടുതൽ പർച്ചേസ് ചെയ്യുകയും കൂടുതൽ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. And second one, transportation. Transportation means of carrying goods and raw materials from the point of production to the point of sales. It provides place utility. എവിടെയാണോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് എവിടെയാണോ ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്പോർട്ടേഷനിൽ കൂടെ നടക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്ലേസ് യൂട്ടിലിറ്റി. സ്ഥലം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഇവരില്ലാതാക്കും. There are different modes of transportation. പല വിധത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട്. റോഡിൽ കൂടി, റെയിൽ പാളത്തിൽ കൂടി, വെള്ളത്തിൽ കൂടി, വായുവിൽ കൂടി ഒക്കെ എത്തിച്ചു കൊടുക്കും. ഈച്ച് ഓഫ് ദീസ് മോഡ്സ് ഹാവ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇൻ മാറ്റർ ഓഫ് സ്പീഡ്, ഡിപ്പെൻഡബിലിറ്റി, കോസ്റ്റ്, കപ്പാസിറ്റി ആൻഡ് അവൈലബിലിറ്റി. എല്ലാത്തിനും അതിൻ്റേതായ ഈ 4 രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റേതായ മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. അതിൻ്റെ സ്പീഡ് വ്യത്യാസമായിരിക്കും, അതിനെ ആശ്രയിക്കാവുന്നതിൻ്റെ അവസ്ഥ വ്യത്യാസമായിരിക്കും, അതിൻ്റെ ചിലവ് വ്യത്യാസമായിരിക്കും, അതിൻ്റെ കപ്പാസിറ്റി, കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും, അത് എവിടെല്ലാം അവൈലബിൾ എന്നുള്ളത് ആശ്രയിച്ചൊക്കെ വ്യത്യാസമായിരിക്കും ഇത് തമ്മിൽ. ശരി, അടുത്തത് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് സ്റ്റോറിംഗ് ആൻഡ് അസോർട്ടിംഗ് പ്രോഡക്ട്സ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ടൈം യൂട്ടിലിറ്റി ഇൻ ദം. ഇവിടെ നമ്മൾ വെയർ ഹൗസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം സൂക്ഷിച്ചു വയ്ക്കുക എന്നർത്ഥം. അതാ ടൈമിൻ്റെ, അതായത് ഇപ്പോൾ ഉപയോഗിക്കേണ്ടാത്ത സാധനമാണ് പിന്നീട് ഉപയോഗിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഈ വെയർ ഹൗസിംഗ് സിസ്റ്റം എടുക്കുന്നത്. വെയർ ഹൗസിംഗ് എനേബിൾ ദ ഫേം ടു അഡ്ജസ്റ്റ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ടു മീറ്റ് ദ ഡിമാൻഡ്. ആവശ്യമുള്ള സമയത്ത് ഈ സാധനം അവൈലബിൾ ആക്കുകയാണ് വെയർ ഹൗസിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത്. വെയർ ഹൗസിംഗ് ഡിസിഷൻ ഇൻക്ലൂഡ്സ് ഡിസിഷൻ റിലേറ്റിംഗ് ടു ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസസ്. വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ 2 രീതിയിലുള്ള മറ്റ് ഡിസിഷനും എടുക്കണം. ഒന്ന്, ഏതെല്ലാം തരത്തിലുള്ള വെയർ ഹൗസ് വേണം, ഏത് സ്ഥലത്തായിരിക്കണം വെയർ ഹൗസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. എ ഫേം ക്യാൻ യൂസ് ഇറ്റ്സ് ഓൺ വെയർ ഹൗസസ് ഓർ റെൻറ്റഡ് വെയർ ഹൗസ്. സ്വന്തം വെയർ ഹൗസോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത വെയർ ഹൗസോ ഒരു കമ്പനിക്ക് ഉപയോഗിക്കാം. വെയർ ഹൗസ് ക്യാൻ എൻഷുർ regular supply according to the demand and thus keep the price stable. It ensures regular supply of goods.
സാധനങ്ങൾ കൃത്യമായി എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തടസ്സവും ഉണ്ടാകരുത്. ഈ സാധനം നമ്മുടെ ഈ സ്റ്റോക്ക് ഇല്ല എന്ന് പറയരുത്, അങ്ങനെ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു നോർമൽ പ്രൈസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് held in anticipation of use or sale. സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എത്ര ഉപയോഗത്തിന് കൊടുക്കണം, അത് റോ മെറ്റീരിയൽസ് കൊടുക്കണോ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കൊടുക്കണോ, ഫിനിഷ്ഡ് ഗുഡ്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കണോ, ഒക്കെ എല്ലാം തീരുമാനിക്കുന്ന ഇൻവെൻട്രി കൺട്രോളിലാണ്. ഇറ്റ് ഓൾവേസ് നെസസറി ടു മെയിൻറ്റെയിൻ ആഡിക്വേറ്റ് ഇൻവെൻട്രി ടു അവോയ്ഡ് ലോസ് ഓഫ് സെയിൽസ്. Inventory control implies control over the size of inventory. Inventory control is a process of deciding what and how much of various items are to be kept in stock. The basic objective of inventory control is to minimize investment in inventory and ensure adequate stock of each item at the same time. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര സാധനം സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എത്ര സാധനം സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ കച്ചവടത്തിന് സാധ്യതയുണ്ട്, ഏതൊക്കെ സാധനം സ്റ്റോക്ക് ചെയ്ത് വെക്കണം, അതിൻ്റെ എത്രയെല്ലാം ക്വാണ്ടിറ്റി വേണം, എത്ര ആയിരിക്കണം മിനിമം നമ്മൾ വെച്ചേക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇൻവെൻട്രി കൺട്രോളിലാണ്. അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ആളുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ സാധനം എത്തിച്ചു കൊടുക്കാനും നഷ്ടം വരാതെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ ഇടയാകുന്നത്. ഇനിയും മേജർ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഇൻവെൻട്രി ലെവൽ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിൻ്റെ ഇൻവെൻട്രി ലെവൽ കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന്, firm's policy regarding the level of customer service to be offered. കസ്റ്റമേഴ്സിന് എന്തെല്ലാം സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്, ഹയർ ദ ലെവൽ ഓഫ് സർവീസ് ഗ്രേറ്റർ വിൽ ബി നീഡ് ടു കീപ് മോർ ഇൻവെൻട്രീസ്. ആ ഫേമിൻ്റെ ആ പോളിസി ഉണ്ട്, കസ്റ്റമേഴ്സിൻ്റെ അടുക്കൽ എങ്ങനെയുള്ള ഡീലിംഗ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കണം ഇൻവെൻട്രി ലെവൽ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി which includes the holding cost. സൂക്ഷിച്ചു വെക്കുന്നതിന് ആവശ്യമായ കുറേ പൈസകളുണ്ട്, എക്സ്പെൻസാണ്. അതിനെ ആശ്രയിച്ചാണ് ഇത് സൂക്ഷിച്ചു വെക്കണോ വേണ്ടായോ എന്ന്, കയ്യിൽ കരുതി വെക്കണോ അതോ പിന്നീട് അത് വിൽക്കുന്നതാണോ ലാഭകരമെന്നുള്ളത് ചിന്തിക്കുന്നത്. ഡിഗ്രി ഓഫ് ആക്യുറസി ഓഫ് സെയിൽസ് ഫോർകാസ്റ്റ്. ഭാവിയിൽ എത്രമാത്രം കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് മോർ ആക്യുറേറ്റ് എസ്റ്റിമേറ്റ്സ് ആർ അവൈലബിൾ, ദ നീഡ് ഫോർ കീപ്പിംഗ് വെരി ഹൈ ലെവൽ ഓഫ് ഇൻവെൻട്രി ക്യാൻ ബി മിനിമൈസ്ഡ്. നമുക്ക് കൃത്യമായൊരു കണക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. നമുക്ക് ഭാവിയിൽ ഇത്ര കച്ചവടം നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്രയും സ്റ്റോക്ക് നമുക്ക് സേവ് ചെയ്ത് വെച്ചാലും നഷ്ടമില്ല. നേരെ മറിച്ച് അതിനെക്കുറിച്ച് കൃത്യമായ കണക്കില്ല എങ്കിൽ എത്രയും വേഗം അതിൻ്റെ കച്ചവടം നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. റെസ്പോൺസീവ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. റെസ്പോൺസീവ്നെസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇൻ കേസ് ദ ടൈം റിക്വയേഴ്സ് to respond to the additional demand for the product is high, there is a need to maintain higher inventory. But if the additional demand can meet in less time, the need for inventory will also be low. നമുക്ക് ഒരു സാധനം വിൽക്കാൻ ഇപ്പോൾ 1000 ക്വാണ്ടിറ്റി ആവശ്യമുണ്ട് എങ്കിൽ, നമ്മൾ ഓർഡർ ചെയ്താൽ ഓൾറെഡി അവൈലബിൾ ആണ് എങ്കിൽ ഒരുപാട് ഇത് സൂക്ഷിച്ചു വയ്ക്കേണ്ട. അല്ല, നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് അവൈലബിൾ അല്ല എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുകയും അത് മാക്സിമം സൂക്ഷിച്ചു വെച്ചിട്ട് കൃത്യമായി സെയിൽസ് നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തിനാ ചോദിക്കുമ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് അരി കടയിൽ ചെന്നാൽ ഉടനടി കിട്ടുമെന്നുണ്ട് എങ്കിൽ നമ്മൾ വീട്ടിൽ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കണ്ട. നേരെ മറിച്ച് എപ്പോഴും കിട്ടാത്ത സാധനമാണ് അരി എങ്കിൽ നമ്മൾ ഒരു പറ മേടിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്തിനാണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ പങ്കുവെച്ചു കൊടുക്കാൻ ഇടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.